നമ്മുടെ പ്രയർ കഴിഞ്ഞ ഉടനെ വലിയൊരു അത്ഭുതം നടന്നു. എന്റെ മോന് PR-ന്റെ ഇത് അപ്രൂവ് ആയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുമായിരുന്നു. ആ ഞാന് കഴിഞ്ഞ വർഷം നമ്മുടെ കോട്ടയത്ത് നടന്നപ്പോൾ ഞാൻ ഈ പ്രയറിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ഉം. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ എനിക്ക് പ്രത്യേകിച്ച് ആലോചന തന്നായിരുന്നു. ഭവനത്തിൽ രണ്ടു പേരെ തൊടുന്നതായിട്ട്. അതില് ഒന്ന് മോൾക്ക് 5 വർഷം, മോന് തന്നെ 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അതിനിപ്പം 4-ാമത്തെ മാസമായി. ഉം. അപ്പൊ അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം ഇന്നലെ അപ്രൂവ് ആയി എന്നും പറഞ്ഞ് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടക്കണം ഇനി. എങ്കിൽ പോലും PR-ന്റെ 1 വർഷത്തിന് മേളിലായി PR ഇല്ലാതെ നമുക്ക് അത് സിസ്റ്റർ, അത് ഇനി ഒന്നും ഇനി സംശയം കയറുകയോ ചെയ്യരുത് കേട്ടോ. ഇല്ല ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് പിശാചിന്റെ ഒരു തന്ത്രം കണ്ടോ, അവന്റെ അടവ് കണ്ടോ. നമുക്കൊരു കൺഫർമേഷൻ വരുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരും, ഇനി കുറച്ചും കൂടെ ഉണ്ടല്ലോ, പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. കണ്ടോ അവന്റെ പേടിപ്പീര് കണ്ടോ. പറയണം ഇല്ല, കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ സംശയം നമ്മുടെ അകത്തിടാൻ നോക്കുന്ന തന്ത്രമാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. 2 കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു. 2 അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന പരിശുദ്ധാത്മാ പ്രവചനത്തിലൂടെ സംസാരിച്ചു. 5 വർഷമായിട്ട് തലമുറ ഇല്ലാതിരിക്കുമായിരുന്നു. ദൈവ ഉദരം തുറന്നു. മകന്റെ വിഷയത്തിന്റെ അകത്ത് നാളുകളായിട്ടുള്ള പ്രാർത്ഥന വിഷയമായിരുന്നു. കർത്താവ് അത് ഇടപെട്ടു. 2 തലമുറകളെയും 2 വിഷയങ്ങളെയും ദൈവം. ഇനി ഇത് പോരെ കേട്ടോ, പറഞ്ഞു കർത്താവ് ലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷ്യം പറയേണ്ടവരാ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞു. വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലത്തെ കൈ അനക്കാൻ മേലാത്ത വേദനയാ ബ്രദറെ. കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കൈയുടെ വേദന മാറാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തു. പറഞ്ഞേ, സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വേദനകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. സൗഖ്യം ഞങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവര്, ദൈവിക ആലോചനയുടെ നിവൃത്തി വെളിപ്പെട്ടവര്? പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ തൊട്ടടുത്ത വീട്ടിലെ യദുവിന്റെ ഒരു ആലോചന ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം യദുവിന്റെ അമ്മ അന്ന് എന്നോട് സങ്കടം പറഞ്ഞെന്ന് ഞാൻ അന്ന് ബ്രദറിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്നോട് വന്ന് പറഞ്ഞു, 3-4 ദിവസമായിട്ട് ഈ യദുവിന്റെ വൈഫ് നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല സമാധാനം കുടുംബത്തില് ഉണ്ടായെന്ന് വന്ന് പറഞ്ഞു എന്നോട്. നന്ദി കർത്താവ് കൊണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കൊണ്ടോ കർത്താവ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞോ. കൊല്ലത്ത് പ്രാർത്ഥനയിൽ ഞാൻ വന്നിരുന്നു. അപ്പോ മോളായ കൃപയെ ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മോൾ അതിനുശേഷം നല്ല മകളായി. ദൈവം തൊട്ടു. നല്ല സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം, നല്ല ഇതായി. അതായത് കൊല്ലത്തെ പ്രാർത്ഥന വെച്ച് ദൈവാത്മാവ് സംസാരിച്ചു. കൃപ മോളെ സിസ്റ്ററുടെ അല്ലേ? അതെ. മോളെ കൃപയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് തമ്പുരാൻ പറഞ്ഞു തൊടുവാന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ആള് മാറിയവളെ പോലെ ആയല്ലേ? കർത്താവെ അങ്ങേക്ക് സ്തുതി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്തെ പ്രാർത്ഥനയിൽ ഞാൻ വന്നിരുന്നു. അപ്പോ വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രദർ എനിക്ക് പൈസയൊക്കെ എനിക്ക് പ്രാർത്ഥിച്ചു തന്നായിരുന്നു. ഇപ്പൊ ഒരു വീടിനിപ്പം പോയി ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഇനി ബുധനാഴ്ച അഡ്വാൻസ് കൊടുക്കുകയാണ്. പൈസ ഒന്നും കണ്ടിട്ടില്ല, എങ്കിലും ദൈവം നടത്തി തരുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വഴി തുറക്കുന്ന സിസ്റ്ററെ അത്ഭുതകരമായി തന്നെ നടക്കും. വൻ കാര്യങ്ങളെ ചെയ്യും. അത് വലിയൊരു ഫിനാൻസിന്റെ മേഖലയെ തുറന്നാ തന്നിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. ഹലോ. പറഞ്ഞോ. ഇന്നലത്തെ കാര്യം പറയുന്നത്. ഇന്നലെ ഞാൻ സൂമില് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ കാല് മൊത്തം നല്ല കഴപ്പും വേദനയുമായിട്ട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ തൈലമൊക്കെ ഇട്ടിട്ട് ഒട്ടും കുറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞാൻ
അങ്ങനെ ഞാൻ എന്റെ ഒരു വചനം പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ എന്റെ യേശു വഹിച്ചു, വേദനകളെ എന്റെ യേശു ചുമന്നു, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അക്രമങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടു, യേശു എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, തിരുമുറിവിനാൽ സൗഖ്യം വന്നു, അടിപ്പിണരാൽ സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അത് എല്ലാം നല്ലതുപോലെയായി. ഞാൻ സുഖമായിട്ട് ഉറങ്ങി ബ്രദറെ. ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല, അതിനുശേഷമേ ഇല്ല. ഇത് അത്ഭുതമാണ്. കേട്ടെ, സഹോദരി പറഞ്ഞു വേദനയാൽ ഭാരപ്പെടുമായിരുന്നു, കർത്താവിന്റെ നാണ് പറഞ്ഞത്. ആ വചനം അങ്ങോട്ട് പറയുമ്പോ തന്നെ കണ്ടോ, വചനം പറയുമ്പോ തന്നെ പിശാചിന് മനസ്സിലാവും ഈ വ്യക്തി സൗഖ്യവുമായിട്ടേ പോകത്തുള്ളൂ. കണ്ടോ, നമ്മൾ പ്രാർത്ഥനാ റിക്വസ്റ്റ് പറയും, പിശാച് പറയും പറഞ്ഞു 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 പറഞ്ഞു. പക്ഷെ വചനം പറയും. നോക്കിയ സഹോദരി വേദനയ്ക്കകത്തുനിന്ന് പറഞ്ഞു, കർത്താവിന്റെ അടിപ്പിണരാലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിന്റെ രോഗത്തെ വഹിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ കർത്താവ് ആ വേദന, ആ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് നടന്നപ്പോ തന്നെ അത്ഭുതം ഇറങ്ങി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്നതിന്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ചാടി പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ നടുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 വർഷമായി. പക്ഷെ എനിക്ക് ഇരുന്നങ്ങനെ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കിടന്നുകൊണ്ടൊക്കെ പകുതി കേട്ടു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് നടുവ് കഴിച്ച് കിടക്കാൻ പറ്റും. കിടന്ന് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അന്യഭാഷയിലും 3 മണിക്ക് തൊഴിലൊക്കെ 1 മണിക്കൂർ നേരം ഇരുന്നാലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ദൈവം എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനുള്ളൊരു ശക്തി തന്നു. ഇപ്പൊ ആ ബുദ്ധിമുട്ടും വേദന അവിടെ ഇല്ല. ഇപ്പൊ ഇരിക്കുമ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നേരത്തെ 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ഇത് കർത്താവിന്റെ കാലിനൊന്നും അങ്ങനെ കുറവ് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി. എന്റെ സിസ്റ്ററെ, അതെന്നാന്നറിയോ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആ നദി അങ്ങോട്ട് ഒഴുക്കുക. എന്റെ കർത്താവ് എന്നെ അപ്പൊ നമ്മളെന്നറിയോ, നടുവേദന. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? നടുവിനെ തൊട്ട് പറഞ്ഞു, കർത്താവ് 10 മിനിറ്റ് മാത്രം പോലെ എന്റെ കാലുകളും സുവിശേഷവുമായിട്ട് ഞാൻ ഓടാൻ റെഡിയാണ്, എന്റെ കാലുകളുടെ മേലേക്കും ആ ബലം ഒന്ന് വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ ആ നടുവിനെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയതുപോലെ തന്നെ കാലിനെ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കും. കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു. ബ്രദർ ആലോചന പറഞ്ഞിട്ട് മോള് ജർമ്മനിക്ക് പോയായിരുന്നു. പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു ബ്രദറെ. അപ്പൊ പോയിട്ട് മോൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ ലഭിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ശക്തമായി പ്രാർത്ഥിച്ചു ബ്രദറെ. ഇന്നലെ മോൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടി, ഇന്റർവ്യൂ പാസ്സായി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി ബ്രദറെ. നന്ദി കർത്താവേ. ആമേൻ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ ബ്രദറെ. ഇന്നലെ 1 മാസമായിട്ട് എനിക്ക് ഭയങ്കര വയറിളക്കായിരുന്നു. ഞാനിപ്പോ പ്രെയർ റിക്വസ്റ്റ് ഒന്നും ഞാൻ ഇട്ടില്ല. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കുറയുന്നില്ല. ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു, ഇന്നലെ പകലൊക്കെ. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ ബ്രദറിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട്, എനിക്കത് ഞാൻ പ്രാർത്ഥിച്ചിട്ടും കുറയുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കാണ്. ബ്രദർ, ഞാൻ നേരം എടുത്തപ്പോ ആ ബ്രദറിന്റെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു, എനിക്ക് പിടിച്ചു കെട്ടിയതുപോലെ അത് നിൽക്കട്ടെ. അതിന് ശേഷം എനിക്ക് വയറിളക്കം ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ട രാത്രി, ഇവിടുത്തെ രാത്രിയിലാണ് ഞാനത് കാണുന്നത്. എനിക്കൊന്ന് അവിടെ ഒത്തിരി പാതിരാത്രിയിലായിരുന്നു. അതിനുള്ളത് കർത്താവ് പറഞ്ഞത്, ഞാൻ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വെളുപ്പാങ്കാലത്ത് ഒരു 3-4 ആഴ്ചയായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഉറക്കളച്ചപ്പോ ആണോ എന്തോ, ആ സമയം മുതൽ എനിക്കത് ചെയ്യാനേ പറ്റുന്നില്ല. അന്നേരം മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണോന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പോകാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒട്ടും കുഴപ്പമില്ല, ബുദ്ധിമുട്ട് മാറി. ബുദ്ധിമുട്ട് നന്നായിട്ട് മാറി. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും 2 സൈഡ് വയറുവേദനയും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേ വയറിളക്കം ഉണ്ടാവും. അങ്ങനെയായിരുന്നു. ഞാൻ ഒരുപാട് ആ രോഗശക്തി ഇറങ്ങിപ്പോയത് കേട്ടോ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി ഉറവയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്?
ഞാൻ ആ അമ്മണിയാലി എന്ന് പറഞ്ഞ ഡിവേഴ്സാണ്. എനിക്ക് കുറച്ചു മുമ്പേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന വന്നതാ. ഉം ഒരുക്കപ്പെട്ട് കിടക്കുകയാണെന്ന് ഉം പറഞ്ഞു. അത് ഒന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും സിസ്റ്റർ, ആലോചന വെളിപ്പെട്ടപ്പോൾ തന്നെ ആ കുരി കഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ കേട്ടോ. ആമേൻ. ദൈവത്തിന്റെ വലിയ അത്ഭുത കാര്യം ഇന്ന് വെളിപ്പെടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തന്നെ. ഗോഡ് സ്തോത്രം. ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. സ്തോത്രം. കർത്താവ് സ്തോത്രം. അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ബ്രദറെ പറഞ്ഞു. ബ്രദറെ ഇന്നലെ രാത്രി ഞാൻ ഒരു 4 മണിയായപ്പോ ഉണർന്നു. ഉം നല്ല രീതിയിൽ ഉണർന്നു. അപ്പോഴ് ഞാൻ അന്യഭാഷ പറയുകയും ബൈബിൾ വായിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ആയപ്പോ ഞാൻ പടിയിന്ന് സ്ലിപ്പായി അങ്ങ് മുറ്റത്തങ്ങ് വീണ് 2 മുട്ടും ഇടിച്ച്. എങ്ങനെയാണെന്നറിയത്തില്ല, എനിക്ക് ഒരു താങ്ങ് പോലെ ആ 91 സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ ഇന്നും എന്നെ കൈകളിൽ വഹിച്ച് ആ ഒരു ഇതും വരാതെ, ഒരു അനർത്ഥവും വരാതെ ദൈവം കാത്തു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പല പ്രാവശ്യങ്ങളിലും എന്നെ രാത്രി ഇങ്ങനെ ദൈവം ഉണർത്തി അന്യഭാഷ പറയുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഉണർന്നിരുന്ന് ഇങ്ങനെ അന്യഭാഷ പറയും. പക്ഷെ പെട്ടെന്ന് പല അനർത്ഥങ്ങളിൽ നിന്നും എന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് സിസ്റ്റർ, നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നമ്മുടെ കൂടെ തടുക്കത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ, സഹോദരങ്ങളെ, ആമേൻ, യേശുവിന്റെ ആമേൻ, നാമത്തിൽ ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞത് ഞാൻ ഖത്തറിലാണ്. ഞങ്ങള് ID എന്റെ എക്സ്പയർ ആയിരുന്നു. അപ്പൊ ഞാൻ സ്പോൺസറിനോട് പറഞ്ഞപ്പോൾ പുള്ളി ഔട്ട്സൈഡ് കൺട്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പൈസ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ അത് PR കൊടുത്താൽ മതി, റിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്റെ കയ്യിലൊന്നും ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോ, അങ്ങനെ ആലോചിച്ചപ്പോ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്നു, അയ്യോ എന്റെ കയ്യില് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പൈസ. നമ്മൾ ഓരോ മാസം കിട്ടുന്ന പൈസയിൽ കുറച്ച് സേവ് ചെയ്യുമല്ലോ, അത് മാറ്റി വെച്ച ബിഗ് ബാങ്ക് പോലെ. കറക്റ്റ് അത് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് തുറന്നു നോക്കിയപ്പോ കറക്റ്റ് റിന്യൂ ചെയ്യാനുള്ള ക്ലിയർ പൈസ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്യാൻ പറ്റി. അതവർ തക്ക സമയത്ത് ദൈവം നമുക്ക് ഒരുക്കുമെന്ന് പറഞ്ഞത് ബ്രദർ, അതിന്റെ കൺഫർമേഷൻ ആണ്. ഗോഡ് ബ്ലസ് യു. ഇനി അനേക ഇടങ്ങളിൽ ആ ബ്രേക്ക് ത്രൂ പറഞ്ഞോളെ, എല്ലാ ദിവസവും പറഞ്ഞോളെ മിറക്കിൾ മണി കാണും. ഞാൻ വായ്പ മേടിക്കത്തില്ല, ഇന്ന് യേശുവിന്റെ സാക്ഷിയാകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അതുപോലെ ബ്രദർ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലായിരുന്നു. അതായത് ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് വിസയുണ്ട്, വേറെ നോക്കിക്കോ എന്ന് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയൊന്നും കിട്ടാതിരിക്കുമായിരുന്നു. അപ്പം ഇപ്പൊ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്ന് ഉച്ചയായപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ സംസാരിച്ചായിരുന്നു ഇങ്ങനെ. അപ്പൊ ഇന്ന് അവര് വിളിച്ചിട്ട് കൺഫേം ചെയ്തു, വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. പ്രൊസീജിയർ ബാക്കിയുണ്ട്, എന്നാലും ഒരു കൺഫർമേഷൻ കിട്ടി. ദൈവം അത്ഭുതമാക്കി മാറ്റുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഇനിയും കർത്താവ് പിന്നെ എപ്പോഴും നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തായിരുന്നു പറഞ്ഞാൽ കർത്താവ് എന്നെ രാജ്യത്ത് ആക്കി വെച്ചതാണ്, ഞാനിവിടെ ഫലം കായ്ക്കുമെന്ന് എല്ലാ ദിവസവും പറഞ്ഞാൽ നന്മ നമ്മുടെ പുറകെ വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദർ. എനിക്കൊരു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഒരു സ്വപ്നം കാണുവായിരുന്നു ബ്രദർ. കാരണം സുവിശേഷം അറിയിക്കാനായിട്ട് പോകുന്നുണ്ട് ബ്രദറും പിന്നെ സിസ്റ്റർ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനും ഉണ്ട് ആ കൂട്ടത്തില്. ഒരു ഗ്രാമപ്രദേശമാണ്. കുഞ്ഞിൽ ഇങ്ങനെ കയറി വീട്ടിലേക്ക് പോകുന്നു. ഞാനും ഓടി കയറി വരുന്നു. ഒപ്പം വരുന്ന അവരോട് സുവിശേഷം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2 ദിവസം എനിക്ക് കാണാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സന്തോഷം തോന്നി. ദൈവം ഇപ്പൊ നോക്കുമ്പം ഒത്തിരി ശരീരത്തിൽ മാറ്റങ്ങൾ തന്നു ബ്രദർ. കഴിഞ്ഞ സാധാരണ വർഷങ്ങൾ നോക്കുമ്പോൾ ഈ സമയങ്ങളില്ല ഒത്തിരി വേദന. ഇപ്പൊ എന്റെ ശരീരത്തില് വേദന എന്ന് പറയുന്നത് ഇല്ല. ദൈവം ഒത്തിരി മാത്രം അനുഗ്രഹിച്ച് എന്നെ അനുദിനം ബലപ്പെടുത്തി നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞോണം. ഞാൻ പോയി എല്ലായിടത്തും പോയി സുവിശേഷം പറയും തന്നെ പ്രഖ്യാപിച്ചോണം കേട്ടോ സിസ്റ്ററെ. അതുപോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ ദൈവം ചെയ്യും. ആ ദർശനം ഞാൻ 2014 ജോലി നിർത്തിയതാ. പിന്നെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ബ്രദർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നൊക്കെ ബ്രദർ പറയുമ്പോഴും ഞാൻ അതിനോട്
പ്രാർത്ഥിക്കുകയാണ്. ബ്രദറെല്ലാം വന്നിട്ട് പോയതിനു ശേഷം ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. കാരണം എനിക്ക് വീട്ടിൽ ഇരുന്ന് ഒരു അച്ചാറിന്റെ ഒരു ബിസിനസ് സംരംഭം ചെറുതായിട്ട് തുടങ്ങാൻ പറ്റും. ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഒരുപാട് പേരിൽ അത് എടുക്കാനും കൊടുക്കാനും ഒക്കെ സഹായിച്ചു. അതില് ദൈവം അനുഗ്രഹിക്കുന്ന ഓർക്കുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മിസ്റ്റർ, കർത്താവ് നമ്മളെ ഇനിയും വളർത്തും. അസാധാരണമായ ദൈവം നമ്മളെ വളർത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പക്ഷേ പത്മിനി എന്ന് പറയുന്ന ഡിവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും അത് കർത്താവ് അത്ഭുതമാക്കി തന്നെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സ്വോത്രം പാസ്റ്റർ. പറഞ്ഞോ പാസ്റ്റർ. ഇന്ന് രാവിലെ താഴെ വീണിട്ട് ഊര വേദന എടുക്കുന്നു പാസ്റ്റർ. ഒരു വീക്കം പോലെ ഇരിക്കാനാകുന്നില്ല. വല്ലാത്ത ഒരു കഷ്ടപ്പാടായി പോയി പാസ്റ്റർ. കൈ വെച്ച് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ കൈ എടുത്തു വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ശരീരത്തിന്റെ അകത്ത് അത്ഭുതമായി തീരട്ടെ, അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിച്ചാട്ടെ. നാളെ ചിലപ്പോഴാണെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ അന്യഭാഷാ പ്രാർത്ഥന നമുക്ക് സാധാരണ പകല് പ്രയറിന് മുമ്പാണ്, രാത്രിയിൽ. അതിന് മുമ്പ് ഒരു അന്യഭാഷാ പ്രാർത്ഥനയിൽ ജസ്റ്റ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൺഫേം അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ നോക്കുക, വാട്സാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ ഞാൻ മെസ്സേജ് അയക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്യഭാഷ നമ്മുടെ പ്രയർ മീറ്റിംഗ് നോർമലായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു എക്സ്ട്രാ പ്രയർ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, അറിയിക്കുന്നതായിരിക്കും.